തള്ള ഇത് എന്തൊരു കലികാലം പൊന്നുമക്കളെ. അപ്പോ കിഴക്ക് നാട്ടിൽ എവിടെയാണ് കേട്ടോ, കോട്ടയത്തോ കറ്റാനത്തോ മറ്റോ ആണ് ഒരു മൂപ്പത്തി എന്ന് പറഞ്ഞാൽ എവക്കൊരു 10-60 വയസ്സ് പ്രായം വരും കേട്ടാ. റോട്ടിന്റെ നടുക്ക് കള്ളു കുടിച്ച് പൂസായിട്ട് ലക്കും തുമ്പും ഇല്ലാതെ കിടന്ന് ആർമാദിക്കണ്. അപ്പോ വരണ വണ്ടികളെല്ലാം തടഞ്ഞു വെച്ചും കൊണ്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് എന്തൊരു പാടാണോ ആളുകളെ ഇട്ട് പെടുത്തിയത് ആ പെണ്ണും പിള്ള. എൻ്റെ അപ്പോ ഇത് എന്തൊരു കലികാലമെന്നാണ് കുസുമ്പേച്ചി ആലോചിക്കണത് പൊന്നുമക്കളെ. മുക്കിന് ബാറുകളും കള്ള് ഷാപ്പുകളും ഒക്കെ നിരത്തി പിടിച്ച് വെച്ചിട്ടാണ് ആ നാശം പിടിച്ചവന്മാർ ഒടുക്കത്തവന്മാരവന്മാരുടെ ഒരു പോക്കിന് ഇറങ്ങി പോയത്. അപ്പോൾ ഇനി പുതിയ വരുന്ന സർക്കാരെങ്കിലും ഇതിനകത്ത് ഒരു നിയന്ത്രണമൊക്കെ കൊണ്ടുവരണേ അപ്പികളെ. ആണുങ്ങളെ കഴിഞ്ഞതായിപ്പോൾ പെണ്ണുങ്ങളും തുടങ്ങിയിരിക്കുകയാണ്. പെണ്ണുങ്ങൾ ഇതിനു മുമ്പും കാല് പറഞ്ഞ് ആടിയിട്ടുണ്ടെന്ന് കുടിച്ച് ലെക്ക് കേട്ട് അപ്പോൾ വഴിയെ പോണവരെ എല്ലാവരെയും അടിനാപിക്ക് ചവിട്ടലും ബഹളവും ചീത്തവിളിന്ന് പറഞ്ഞ തള്ളേ പെറ്റ തള്ള സഹിക്കൂല. അമ്മാതിരി തെറിവിളിയാണ് കേട്ടോ. ആണുങ്ങളെ കവച്ച് വെക്കണ രീതിയിലാണ് പെണ്ണുങ്ങൾ വന്ന് എല്ലാ മേഖലകളിലും. അയ്യോ, ആ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയപ്പോ ഇതൊക്കെയാണ് കേട്ടാ സമത്വം. എല്ലാ മേഖലയിലും സമത്വം പൂർത്തിയായി. കഴിഞ്ഞ സർക്കാർ ഇതിൽ വഹിച്ച പങ്ക് നിസാരവും ചെറുതും ചില്ലറയൊന്നും അല്ല എൻ്റെ പൊന്നപ്പികളെ. നമ്മളവരെ മറക്കരുതേ ഈ സമയത്ത്. തമിഴ്നാട്ടിൽ പുതിയൊരു പയല് മുഖ്യമന്ത്രിയായിട്ട് കയറിയിട്ട് ആദ്യം ചെയ്ത കാര്യം എന്തരാണ്? അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെയൊക്കെ മനസമാധാനത്തെ കരുതിയും ആണുങ്ങളുടെയൊക്കെ ആരോഗ്യത്തെ കരുതി ആദ്യം ചെയ്തത് ഈ കള്ള് ഷാപ്പുകളുടെ നിയന്ത്രണമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ആരാധനാലയങ്ങളെന്നില്ല, സ്കൂളുകളെന്നില്ല, എല്ലാ ബസ് സ്റ്റോപ്പുകളൊന്നുമില്ല, എല്ലാത്തിനും അടുത്തടുത്ത് കൂണ് പോലെ മുളച്ച് നിൽക്കുകയാണ്. ഈ നക്കാപ്പിച്ച വിലയ്ക്കൊക്കെ കിട്ടുന്ന ലോക്കല് കള്ളുകളും മറ്റും ഇതെല്ലാം കുടിച്ചടിച്ചാണ് എല്ലാത്തിൻ്റെയും കരളും കൂമ്പും എല്ലാം വാടിയും പറഞ്ഞും അരിപ്പ പോലെയും കിടക്കണത്. പേരറിയാത്ത എന്തെല്ലാം രോഗങ്ങൾക്കാണ് ഓരോരുത്തന്മാർ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിൽക്കുന്ന നീപ്പിലാണ് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കണത്. ഇതിന് എല്ലാം ഒരു പ്രധാന കാരണം ഈ മദ്യപാനം തന്നെയാണ് കേട്ട മക്കളെ. അതിന് എത്രയും പെട്ടെന്ന് സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളുമെന്നപ്പോൾ ഈ കളവികളും കളവന്മാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഇരുന്നുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണേ പൊന്ന് സർക്കാരെ. എങ്കിലും എൻ്റെ പൊന്നുമക്കളെ, ഈ മൂപ്പത്തി കടന്ന് കാണിക്കണ പരാക്രമങ്ങൾ റോഡിൽ കൂടെ പോകുന്നവരുടെ അടുത്ത് പെണ്ണുങ്ങൾ പോലീസുകാർ കൂടെ ഇല്ലായിരുന്നു കൊണ്ട് ആണുങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിയെന്ന് പറയാനൊക്കുവാ. ചെന്ന് പിടിച്ചു മാറ്റിയ ഉടനെ പീഡനത്തിന് കൊണ്ട് കേസും കൊടുത്തു. പെണ്ണുങ്ങളായതുകൊണ്ട് ആണുങ്ങൾക്കൊന്നും ആർക്കും മിണ്ടാനും ഒക്കില്ല. എന്നിട്ടും കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു കേട്ടാ, എൻ്റെ ശരീരത്തെങ്ങാനും തൊട്ട എവളെ ഞാൻ 4 പീസാക്കി കളയുമെന്ന് പറഞ്ഞു. ആളുകൾ എന്തൊക്കെ കാണിച്ചു കൂട്ടണം എന്ന് അവർക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ. അപ്പോ ഒരുത്തൻ കണ്ടില്ലേ, നെടുമങ്ങാട് മഹാഭാവി 2 മയിൽ ആടണ മയിലില്ലേ, 2 മൂത്ത മയിലുകളും കൂടെ ആടി ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയേ. 50-100 മുറിവുകളൊക്കെ ആയിരുന്നു 1.5 വയസ്സിനിടയ്ക്ക് ആ പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്തുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വരെ കരഞ്ഞു പോയി എന്നാണ് പറയണത്. അവനൊക്കെ ഏത് ലോകത്ത് കൊണ്ടുവച്ച് തീർക്കാൻ പോണ അവളും അവനും നരകിച്ച് പുഴു അരിച്ച് തന്നെ തീരണേ എൻ്റെ പൊന്നു ഭഗവാനേ. എല്ലാത്തിനും ഈ കൂത്താട്ടം, ആർമാദിക്കൽ, കള്ള്, കഞ്ചാവ്, പെണ്ണ് എല്ലാത്തിൻ്റെയൊക്കെ പുറകെ പോയി ആര് തടസ്സമായിട്ട് നിൽക്കണം അവരെ ഇല്ലാതാക്കുക എന്നുള്ളത്. ഇന്നലെ ഉത്തരേന്ത്യയിലെ മറ്റോ ഒരുത്തിനെ അടിച്ച് കൊല്ലണത് കണ്ട് 2 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ. അപ്പോൾ കോഴിയൊക്കെ കൊല്ലണത് പോലെയല്ലേ കൊച്ചുങ്ങളെ കൊന്ന് കളയണത്. യവന്മാർക്കൊന്നും ഒരു തരത്തിലുമുള്ള ഒരു ഇളവ് ശിക്ഷ ഇവിടെ കൊടുക്കരുത്. എന്തിനാണ് ഈ മയിലുകളെയൊക്കെ ഇട്ടിരിക്കണത്? അവനെയൊക്കെ അപ്പോഴേ അങ്ങ് തട്ടിക്കളയണം. ആരതൊക്കെ ചോദിക്കാൻ ചെല്ലാനാ? നിയമത്തിന് ഇതിനൊന്നും സാധിക്കില്ല. അപ്പോൾ നമുക്കിത് അറിഞ്ഞുകൂടെ എൻ്റെ പൊന്നപ്പികളെ. എത്രയും പെട്ടെന്ന് അവനെയൊക്കെ കൊല്ലണം. അവൻ ഇനി ഒരു പകലും കൂടെ കാണരുത്. എവളും സ്വന്തം കൊച്ചിനെ ഉണ്ടാക്കി കിടന്ന് സുഖിക്കാൻ വേണ്ടിയാണ് അവൾ കൊച്ചിനെ ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയിട്ട് അവൻ്റെ മുന്നിലോട്ട് കൊണ്ട് തള്ളിയിട്ട് അവള് ആടാനാ പാടാനാ ഒക്കെ പോയിക്കൊണ്ടിരുന്നു. അവൻ ഈ 1.5 മാസം കൊണ്ട് ഈ കൊച്ചിനെ ഇട്ട് പെടുത്തിയ പാട്, എൻ്റെ കൈ 2 തല്ലി ഒടിച്ചതൊക്കെ അവൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. മയിലാടി മക്കളെ, മയിലാഞ്ചി മക്കളെ. എന്നിട്ട്
നിൻ്റെയൊക്കെ കണ്ണി ചോര ഉണ്ടാടി, നിൻ്റെയൊക്കെ കണ്ണി. കാണുന്തോറും ഓരോ വാർത്തകളെ അങ്ങ് വെറുക്കുകയാണ്, ലോകത്തെ തന്നെ വെറുക്കുകയാണ് എൻ്റെ പൊന്നു മക്കളെ. ഈ നശിച്ചവന്മാർ കയറിയതിന് ശേഷമായിരുന്നു കേട്ടാ നാട് ഇത്രയും മോശമായതും ആളുകൾക്ക് ലഹരികൾ ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയതും. കൊച്ചു പിള്ളേർ വല്ല ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ റോട്ടിൽ കൂടെ പോവാണ്, ഒരുത്തൻ നിന്ന് പുകച്ച് തള്ളണം. അപ്പം ഞാൻ ഓർത്ത് ഇവൻ്റെ ശരീരത്തെ എന്താ ശ്വാക്കടിച്ച് ഇങ്ങനെ പുക വരാൻ, അതാ ഇവനെ തീ പിടിച്ചാന്ന് വിചാരിച്ച്. അപ്പോഴല്ലേ കൂടെ ഇരുന്ന പിള്ളേർ പറഞ്ഞു തരണത്, കുസുമേച്ചി അത് കഞ്ചാവാണ് വലിച്ചു കയറ്റണം. എൻ്റെ പൊന്നുമക്കളെ, കുസുമേച്ചിയുടെ ഈ പ്രായത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പൊ അമ്മച്ചിയാണ് സത്യം. അവന് മീശ പൊടിച്ച് തുടങ്ങണേ ഉള്ളൂ. അവൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാൻ നമ്മളങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് നോക്ക്, കയ്യിൽ വല്ല പിച്ചാത്തി ഉണ്ട തിരി കയറ്റി വെച്ച് തരും നമുക്ക്. ഇപ്പം ഈ പറഞ്ഞു വരണത് ഈ നെടുമങ്ങാട് ഒരുത്തൻ ഇതൊക്കെ ചെയ്ത് അവനും സിഗരറ്റാണ് കഞ്ചാവാണ് എന്തൊക്കെയോ പുകച്ചും വലിച്ചും ഒക്കെ നടക്കണവനായിരുന്നെന്ന് പറയണം. അത് എല്ലാം വെച്ച് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരത്തെ അവൻ പൊള്ളിച്ചിട്ടുമുണ്ട്. അവൻ്റെ കാലിൻ്റെ ഇട മുതൽ എല്ലായിടത്തും സിഗരറ്റ് കുറ്റിയല്ല, അതിനേക്കാളും വലിയ പൂക്കുറ്റി വെച്ച് പൊള്ളിച്ച് ഇവനെ പാതി വേവിച്ചാണ് ഇവനെ ഇല്ലാതാക്കുക. അങ്ങനെ വേണം ഇവൻ്റെ ഉയിര് പോകാൻ. കൂടെ കിടന്ന് കൊച്ചിനെ ഉണ്ടാക്കിയിട്ടില്ല. അവൻ്റെ ആദ്യത്തെ പെണ്ണും പിള്ള, ആ പാവം പിടിച്ച പെണ്ണ് എങ്ങനെയോ ഉയിരോടെ രക്ഷപ്പെട്ടു പോയതാണ് കേട്ടോ. അതിന് നേരെ ചൊവ്വെ നാക്ക് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത പരുവത്തിൽ ജീവച്ചവായിട്ട് അതിനെ കിടത്തിയിരിക്കണം. ഇവൻ ഭിത്തിയിലോ മറ്റോ പിടിച്ച് അടിച്ചതോ ഒക്കെ ആണെന്ന് 6 or 7 പ്രാവശ്യം അവനെതിരെ കൊണ്ട് അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടും ഈ നാറിയ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നാണ് പറയണത്. അന്നേ ഈ മോനെ എവനെ അന്നേ പിടിച്ച് ജയിലിൽ ഇട്ടിരുന്നെങ്കിൽ എവനെ ഒന്നും പുറലോകം കാണിക്കരുതെന്ന് ഇതാണ് പറയണത്. ഓരോരോ തെറ്റ് ചെയ്യണവന്മാരെ പുറത്തിട്ടിരുന്ന ഇതൊക്കെയാണ് ഫലം. ഓരോൻ്റെ ഉയിരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിഞ്ചു കുഞ്ഞ് ലോകം കാണാൻ കിടക്കണ കുഞ്ഞിൻ്റെ ഉയിരല്ലേ ഇപ്പോൾ ഒന്നും അറിയാതെ പോയത്. ഇതിപ്പോൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അപ്പുറം ഇപ്പുറം ഉള്ളവരെല്ലാം കിടന്ന് വലിയ വായിലെ നിലവിളിക്കണം. ഇനി എന്തരന് നിലവിളിക്കാം? ഒരു കൊച്ചു കിടന്ന് ഈ യാതന അനുഭവിക്കണമെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ തന്നെ ആവശ്യക്കാരെ അത് അറിയിക്കണ്ടേ? അത് സർക്കാരിനെ ആരെയാണെന്ന് വെച്ച് അറിയിച്ച കൊച്ചിനെ അവിടുന്ന് രക്ഷപ്പെടുത്തണ്ടേടാ മഹാഭാവി പന്ന മോനെ, പുന്നോരപ്പൂ മോനെ. നിനക്കതിനെ വേണ്ടായിരുന്നെങ്കിൽ എവിടെങ്കിലും കൊണ്ട് ഒരു അമ്മത്തൊട്ടിൽ കൊണ്ടിട്ടാൽ പോരായിരുന്നോടാ മറ്റേ മോനെ. പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടെ പെമ്പിള്ളാരുടെ അടുത്ത് കുസുമേച്ചിക്ക് പറയാനുണ്ട് കേട്ടാ. നിങ്ങളുടെ ഭർത്താവ് ഇപ്പം നിങ്ങൾ നല്ല പ്രായത്തിൽ തന്നെ നിങ്ങളെ വിട്ടു പിരിഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങളെ വിട്ടു മരിച്ചു പോയെന്നിരിക്കട്ടെ, നിങ്ങൾക്കിനി ജീവിതം ബാക്കി കിടക്കുന്നു. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ അത്രയേറെ ആശയമുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എവിടെങ്കിലും ഒരിടത്ത് നിങ്ങൾ അത് സംരക്ഷണമായിട്ട് കൊണ്ടാക്കിയിട്ട് നിങ്ങൾ അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് അങ്ങ് പോവുകയെ ചെയ്യാവുള്ളേ. ദയവ് ചെയ്ത് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകരുതേ. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും അതിന് ഭാവി ദുരിതം തന്നെ ബാക്കിയുള്ളൂ. പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ചൂഷണവും ദുരിതമായിരിക്കും അനുഭവിക്കാൻ കിടക്കുന്നത്. ഇനി അഥവാ കുഞ്ഞുങ്ങളില്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ പോയി കല്യാണം കഴിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, എന്തരാണെന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാതെ ഒരാണില്ലാതെ ജീവിക്കാൻ പറ്റും തൻ്റെ ഇടമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കുകയും വേണ്ട. നിങ്ങളുടെ അച്ഛനോ അമ്മയോ കൂടപ്പറപ്പോ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ജോലിയും കൂടെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ നേരെ ചൊവ്വെ ജോലി ചെയ്ത് ജീവിക്കുക. സമൂഹം മുഴുവൻ നിങ്ങളെ കൂടെ കാണും. ഒരുത്തൻ്റെ കൂടെ കിടന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇവിടെ നിന്ന് നിയമമില്ല. നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കേണ്ട പെൺപിള്ളേരെ ഇങ്ങനെയുള്ളവന്മാരുടെ കൂടെ കൂടി നിൻ്റെയൊക്കെ ജീവനും ജീവിതവും ശരീരവും ആരോഗ്യമൊക്കെ ഇല്ലാതാക്കണം. പിന്നെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ കുടിച്ചു മറിഞ്ഞ് റോട്ടിലിറങ്ങുന്നതിനെക്കുറിച്ച് കുസുമേച്ചിക്ക് അപ്പോൾ ഈ കലികാലത്ത് കാണുന്ന കാഴ്ചകളൊക്കെയാണ് പിള്ളേ. നിങ്ങളിൽ ആരെങ്കിലും ഇത് കണ്ടായില്ല എന്നൊന്നും അറിഞ്ഞുകൂടാ. അത് കണ്ടപ്പോൾ എൻ്റെ പൊന്നുമക്കളെയും കൂടെ കാണിക്കണം, 2 വർത്തമാനം പറയണമെന്ന് തോന്നി. പിന്നെ ഈ നെടുമങ്ങാട്ടത്തെ ആ 2 മയിലുകളുടെയും കാര്യം, അതിനുവേണ്ടിയാണ് കേട്ടാ കുസുമേച്ചി ഇന്ന് വന്നത്. എല്ലാവർക്കും നാട്ടിൽ മഴകളും മറ്റും ഉണ്ടാ. വെയിലാണെങ്കിൽ വെയിലും മഴയാണെങ്കിൽ മഴ. ഇവിടെ തോരാത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാം നല്ലതായിട്ടൊക്കെ ജീവിര് പൊന്നപ്പികളെ, ദൈവത്തെ വിളിച്ച് ജീവിക്കുക.